ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഇന്ത്യയുടെ പുരാതനമായ ചരിത്രം മുതൽ കാണുന്ന വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മഹാ വ്യക്തിത്വങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ശ്രീകൃഷ്ണനും ശ്രീരാമനും എല്ലാം തന്നെ ഇന്ത്യയിൽ വന്ന പ്രവാചകന്മാരായിരുന്നു. ഈ എല്ലാ പ്രവാചകന്മാരെയും, അത് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്ന് മാത്രമല്ല, ശ്രീബുദ്ധൻ, അതേപോലെ കൺഫ്യൂഷ്യസ്, സൊറാഷ്ട്രർ, ഇവരെല്ലാവരെയും തന്നെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം എല്ലാ നിലയിലും തന്നെ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനും ആശയങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സൗദി അറേബ്യയുടെ ഭരണഘടന അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളെക്കാൾ ഇന്ത്യൻ ഭരണഘടനയാണ് ഇസ്ലാമുമായിട്ട് വിശുദ്ധ ഖുർആനുമായിട്ട് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ യോജിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും. ഇവരുടെ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിലാകട്ടെ അതല്ലേ മറ്റേത് രാജ്യങ്ങളിലുള്ള ഈ ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ എടുക്കുക, അതിനെ നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കും ഇവരുടെ പ്രവർത്തനമായിട്ട് വിശുദ്ധ ഖുർആന് യാതൊരു ബന്ധവുമില്ല. അവരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി മതത്തെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമസ്കാരം. ഇന്ന് ലോകത്തുള്ള പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നാണ് ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിന് വിവിധ വകഭേദങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ തന്നെ വിവിധ സമുദായങ്ങളുണ്ട്. അതിലൊരു സമുദായം ഇന്ത്യയിൽ ആവിർഭവിച്ചതാണ്. അതാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും ഇതര മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് വിഭിന്നമായി കുറെ കൂടി ആശയപരമായോ അല്ലെങ്കിൽ വിശ്വാസപരമായോ വേറിട്ട് നിൽക്കുന്ന ഒരു സമുദായമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ലോകരാജ്യങ്ങൾക്കിടയിൽ പല രാജ്യങ്ങളിലും ഇവർ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ തന്നെ വേട്ടയാടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ നമ്മളോടൊപ്പം ഉള്ളത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ കോഴിക്കോട് ഇൻചാർജ് സുൽത്താൻ നസീർ സാഹിബാണ്. സാഹിബ് നമസ്കാരം. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ത്യയിലെ പഞ്ചാബിൽ 1889 ഹസ്രത്ത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാമാണ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ വാദം അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാലം വരും മുസ്ലിങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് പൂർണ്ണമായ നിലയിൽ തന്നെ വ്യതിചലിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ആ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥ ആശയങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ നിന്ന് ഒരു മഹാത്മാവ് ആവിർഭവിക്കും. അദ്ദേഹത്തെ മുസ്ലിങ്ങൾ മഹ്ദി എന്നും മസീഹ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ മഹ്ദിയും മസീഹുമായി ദൈവം എന്നെ ഈ കാലഘട്ടത്തിൽ നിയോഗിച്ചയച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള വിശ്വാസങ്ങളെയും അദ്ദേഹം എതിർക്കുകയും യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക് അദ്ദേഹം മുസ്ലിങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. ഇതാണ് അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾക്ക് അഹമ്മദിയ ജമാഅത്തിനോട് വിരോധം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതായത് അവർ നിലവിൽ വിശ്വസിച്ചു വരുന്ന വിശ്വാസ പ്രമാണങ്ങളെ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസ പ്രമാണങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ല. അതായത് അവർ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെയും അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ആ അധ്യാപനങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം, യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന് നമ്മൾ പറയുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അതെ. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന വിശുദ്ധ റമളാൻ മാസത്തിലാണ്. അതെ. അല്ലെ, ഇപ്പൊ ഈ റമളാനും അല്ലെങ്കിൽ നോയമ്പും പെരുന്നാളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അഹമ്മദിയാക്കളുടെയും മറ്റ് ഇതര മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. അത്തരത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും, അതായത് നോമ്പ്, നമസ്കാരം, അതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അതിലൊന്നും തന്നെ അഹമ്മദികളും മറ്റ് മുസ്ലിങ്ങളും തമ്മിൽ മറ്റുള്ള മുസ്ലിം നമ്മൾ പറയുന്ന ഭൂരിപക്ഷ മുസ്ലിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് അവസാന കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ ഇങ്ങനെ അധപ്പതിക്കുമെന്നും അങ്ങനെ അധപ്പതിക്കുന്ന സമയത്ത് പരിഷ്കർത്താവായിക്കൊണ്ട് ഒരാൾ വരും എന്നും എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അവരിപ്പോഴും മറ്റ് മുസ്ലിങ്ങൾ, അഹമ്മദികളല്ലാത്ത മറ്റു മുസ്ലിങ്ങളും അത്തരത്തിലുള്ള ഒരു പരിഷ്കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ വരും എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ അവർ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരാൾ ഇപ്പോഴും ആകാശത്ത് 2000 വർഷം മുമ്പ് വന്ന ഈസാ നബി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഇപ്പോഴും ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം വീണ്ടും വരും എന്നുള്ളതാണ്.
പക്ഷെ അഹമ്മദിയ ജമാഅത്ത് പറയുന്നത് അങ്ങനെയല്ല. മുമ്പ് എങ്ങനെയാണോ പ്രവാചകന്മാർ വന്നിട്ടുള്ളത്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ വന്ന പ്രവാചകന്മാരൊക്കെ എങ്ങനെയാണോ ലോകത്ത് വന്നിരിക്കുന്നത് അതുപോലെ ഈ കാലഘട്ടത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുസ്ലിങ്ങൾ പറയും ഉമ്മത്തിൽ നിന്ന് ഒരാൾ നിയോഗിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പം ആയിരക്കണക്കിന് പ്രവാചകന്മാർ വന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഈ പറയുന്ന മറ്റ് ഇതര മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളുമായിട്ട് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ ഒരു വിശ്വാസത്തിനകത്തും. കാരണം ഞാൻ ആദ്യമായിട്ട് ഈ അഹമ്മദിയാക്കളെ കുറിച്ച് കേൾക്കുന്നത് രാമനെയും കൃഷ്ണനെയും എല്ലാം പ്രവാചകന്മാരായിട്ട് കാണുന്ന ഒരു മുസ്ലിം സമുദായം എന്നുള്ള നിലയ്ക്കാണ്, അല്ലെ? അതെന്താണ് ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം? ഈ വിശ്വാസത്തിന്റെ യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. കാരണം വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാ സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോ സർവ്വലോകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ സമൂഹങ്ങളും, എല്ലാ മനുഷ്യരും, എല്ലാ വിഭാഗം ജനങ്ങളും പെടും. ഇപ്പോ മനുഷ്യനെ ദൈവം പരിപാലിക്കുന്ന കാര്യത്തിൽ, അതായത് ഇപ്പൊ നമുക്ക് വായു, വെള്ളം, ഇതിലൊന്നും തന്നെ ഒരു വിധത്തിലുള്ള വ്യത്യാസവും ദൈവം കൽപ്പിച്ചിട്ട് എല്ലാ സമുദായങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഏഷ്യക്കാർക്കും അമേരിക്കക്കാർക്കും അറബ്സിനും അതേപോലെ എല്ലാവർക്കും ഈ വായു, വെള്ളം, അതിലൊന്നും ഒരു തരത്തിലുള്ള വിവേചനവും കാണിച്ചിട്ടില്ല. അപ്പൊ ഇതേപോലെ ആത്മീയമായ കാര്യത്തിൽ ദൈവം വിവേചനം കാണിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അപ്പോ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ആത്മീയ കാര്യത്തിലും ദൈവം അല്ലെങ്കിൽ അള്ളാഹു ആരോടും തന്നെ ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. എങ്ങനെ അറബ്സിന് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ, അതേപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഒരു പ്രവാചകന് അല്ലെങ്കിൽ ഒരു ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയെ നിയോഗിച്ചയച്ചിട്ടില്ലാത്ത ഒരു സമൂഹം തന്നെ കടന്നുപോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഇന്ത്യയുടെ പുരാതനമായ ചരിത്രം മുതൽ കാണുന്ന വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മഹാ വ്യക്തിത്വങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ശ്രീകൃഷ്ണനും ശ്രീരാമനും എല്ലാം തന്നെ ഇന്ത്യയിൽ വന്ന പ്രവാചകന്മാരായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിട്ട് ഒരു വചനം ഈ ഹദീസിന്റെ ഒക്കെ അല്ലെങ്കിൽ നബി വചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്, നബി ഒരിക്കൽ പറയുകയുണ്ടായി, കാനഫിൽ ഹിന്ദി നബിയൻ അസ്വദുൽ ലൗനി ഇസ്മുഹു കാഹിന. ഇന്ത്യയിൽ കാർവർണ്ണനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് കാഹിന അഥവാ കണ്ണൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്നായിരുന്നു എന്ന് പറഞ്ഞതായി ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും ഒക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരെല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് അവതീർണരായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാ പ്രവാചകന്മാരെയും, അത് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്ന് മാത്രമല്ല ശ്രീബുദ്ധൻ, അതേപോലെ കൺഫ്യൂഷ്യസ്, സൊറാഷ്ട്രർ, ഇവരെല്ലാവരെയും തന്നെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇത്തരം കാഴ്ചപ്പാടുകൾ കൂടി തീർച്ചയായിട്ടും അഹമ്മദിയ ജമാഅത്തിനോട് മറ്റുള്ളവർക്ക് ഒരു വിരോധത്തിന് കാരണമാകാറുണ്ട്. അതെ, അപ്പൊ ഈ വിരോധത്തെ കുറിച്ച് പറയുന്ന സമയത്താണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ട ഒരു സമൂഹം കൂടിയാണ് നിങ്ങളുടെ വിഭാഗം എന്ന് പറയുന്നത്. ആ വേട്ടയാടപ്പെടലിന് കാരണം ഈ പറഞ്ഞ അടിസ്ഥാനപരമായ ഈ വിശ്വാസത്തിലുള്ള ഈ ഒരു വൈരുദ്ധ്യമാണ്. അടിസ്ഥാനപരമായ വിശ്വാസത്തിലുള്ള വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പറയുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ എല്ലാ മതസ്ഥരെയും എല്ലാ മത ഗുരുക്കന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും മതപരമായ കാര്യത്തിൽ നമ്മൾ ആശയപരമായിട്ടുള്ള ചർച്ചകളും ആശയപരമായിട്ടുള്ള സംവാദങ്ങളുമാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു മതത്തെയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യരുത്. എല്ലാ മതങ്ങളും ചെയ്യേണ്ടത് അവരുടെ മത ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ, അതേപോലെ തന്നെ ഇപ്പൊ ജിഹാദിനെ കുറിച്ച് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ അദ്ദേഹം ഇന്നേക്ക് ഏകദേശം 100-120 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജിഹാദിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വാളെടുത്തുകൊണ്ടോ ആയുധം എടുത്തുകൊണ്ടോ മറ്റുള്ളവരെ വധിക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്ന് യുദ്ധങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ പ്രവാചകനെയും അതുപോലെ തന്നെ വിശ്വസിച്ച ആളുകളെയും വാളുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഒരു പ്രതിരോധം എന്ന നിലയിൽ അനുവാദം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം എല്ലാ കാലഘട്ടത്തിലും എല്ലാ മതസ്ഥരെയും വിശ്വാസികളെയും മറ്റു വിശ്വാസികളെയും വധിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് എന്ന് പറയുന്നത്
അത് ആത്മസംസ്കരണമാണ്. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കാരണം ഇന്നൊന്നും ഇസ്ലാമിനെ ഒന്നും ആരുകൊണ്ട് വാളുകൊണ്ടോ അല്ലെങ്കിൽ ആയുധം കൊണ്ടോ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് ഈ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിന് ആശയം കൊണ്ടാണ് നേരിടേണ്ടത്, അതിനൊരിക്കലും ഇതിന് ആയുധം കൊണ്ട് നേരിടേണ്ടതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രവചനം ചെയ്തിട്ടുള്ളത് ഈ അവസാന കാലഘട്ടത്തിൽ പരിഷ്കർത്താവ് വരുമ്പോൾ അദ്ദേഹം എല്ലാ മതയുദ്ധങ്ങളും നിർത്തലാക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ തങ്ങളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വരുന്നത്. അപ്പൊ ആശയം കൊണ്ട് നേരിടാതെ പലപ്പോഴും തന്നെ ഇത്തരത്തിൽ ഒന്നുകിൽ അരികവൽക്കരിക്കപ്പെടുക, അതല്ലെങ്കിൽ പിന്നെ അവകാശങ്ങൾ നിഷേധിക്കുക, ഈ ഒരു സമീപനമാണ് പാകിസ്ഥാനിലും അതുപോലെ തന്നെ മറ്റ് ഇതേപോലെ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ സ്വീകരിക്കുന്നത്. അല്പം മുമ്പ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ജിഹാദ് എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും ലോക സമൂഹത്തിനിടയിൽ ഇസ്ലാം സമുദായം ഒറ്റപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ഒരു വാക്കാണ്, അല്ലെ വിശുദ്ധ യുദ്ധം എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും അത് കാണാറുള്ളത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ 21-ാം നൂറ്റാണ്ടിലും ഈ ജിഹാദ് എന്ന് പറയുമ്പം ആ രീതിയിലേക്ക്, അല്ലെ ഒരു വിഭാഗം ആളുകളെങ്കിലും ആ രീതിയിലേക്ക് അതിനെ തെറ്റിദ്ധരിക്കുകയും അത് ഈ മറ്റുള്ള സമുദായങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന അതിന്റെ കാരണം എന്തായാലും നമ്മൾ അത് നോക്കുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതായത് ഈ സ്വാർത്ഥമായ രാഷ്ട്രീയ താല്പര്യമാണ്. അതായത് അല്ലെങ്കിൽ തങ്ങളുടെ പിന്നെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പിന്നെ ശ്രമങ്ങൾ. ഇസ്ലാമികമായിട്ട് അതിന് യാതൊരു തരത്തിലുള്ള മാനവും ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഒന്നുകിൽ തങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള പിന്നെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി, രാഷ്ട്രീയപരമായിട്ടുള്ള ആധിപത്യം നിലനിർത്താൻ വേണ്ടി, ഇതിനൊക്കെ തന്നെ അവർക്ക് മതത്തിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പൊ അതിനെ ഒക്കെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് നിരക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒന്നും തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള പിന്തുണയും ഇല്ല എന്നതാണ്. സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ആളുകളല്ലേ? തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഞങ്ങൾ ലോകത്തിന് മുമ്പിൽ പറയുന്ന കാര്യം അത് തന്നെയാണ്. അതായത് ഈ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളുടെ ശ്രദ്ധയെ പൂർണ്ണമായും തിരിക്കുകയും അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ കുറിച്ച് മുസ്ലിങ്ങൾ തന്നെ ബോധവാന്മാരല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞങ്ങളുടെ ഒരു പ്രസക്തി എന്ന് കൂടി പറയുന്നത്. നിങ്ങൾ പറയുന്നത് പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചനം ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ഇസ്ലാം അതിന്റെ പേരിന് മാത്രമായി അവശേഷിക്കുകയും വിശുദ്ധ ഖുർആൻ അതിന്റെ ലിപികളിൽ മാത്രമായി അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പിന്നെ അഹമ്മദിയ മുസ്ലിം ഒരാളെ അള്ളാഹു നിയോഗിക്കുന്നതാണ്. അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകരാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ചുരുക്കം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചുരുക്കം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒരു മോട്ടോ ആണ് എല്ലാവരോടും സ്നേഹം, ആരോടും ഇല്ല വെറുപ്പ് എന്ന്. അത് ഞങ്ങൾ പറയുന്നത് ഇതാണ് ഇസ്ലാമിന്റെ ഒരു സംക്ഷിപ്തം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് നിങ്ങളുടെ പല അടിസ്ഥാനപരമായ നിങ്ങളുടെ പല വിശ്വാസങ്ങളും മറ്റ് ഇതര മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, ആസ് എൻ ഇന്ത്യൻ, നമ്മുടെ രാജ്യത്ത് ഇപ്പം വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ വിവാദങ്ങൾ നടന്നൊരു വിഷയമാണ് മുത്തലാഖ് വിഷയം. ഈ മുത്തലാഖിനെ എങ്ങനെയാണ് അഹമ്മദിയ മുസ്ലിം കാണുന്നത്? അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഈ സ്ഥാപിതമായിട്ട് ഇപ്പോൾ ഏകദേശം 130 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 130 വർഷമായിട്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. മുത്തലാഖ് എന്ന സംഭവം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ ഇല്ല എന്നുള്ളത് മാത്രമല്ല ഇസ്ലാമിൽ തന്നെ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇസ്ലാമിൽ ഇല്ലാത്ത ഇത്തരം പിന്നെ അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോ ഇസ്ലാമികമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യമാണ് മുത്തലാഖ്, അല്ലെങ്കിൽ ഈ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു സംഭവം. വിവാഹമോചനം ഇസ്ലാമിലുണ്ട്. വിവാഹമോചനത്തിന് സുദീർഘമായ പ്രൊസീജിയറുകളാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഒരാൾ ഒറ്റയടിക്ക് പിന്നെ മുത്തലാഖാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സ് സംഭവിക്കുന്ന ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. അല്ല, പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പക്ഷെ അപ്പോഴും നമ്മൾ കാണുന്നത് ഈ വലിയ വലിയ മതപണ്ഡിതര് പോലും ഈ മൊബൈൽ ഫോണിലൂടെ വിളിച്ച് മുത്തലാഖ് ചൊല്ലുന്നു, അതുപോലെ കത്തയച്ചിട്ട് മുത്തലാഖ് ചൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലിവിഷനിലും മറ്റു വാർത്തകളിലും കണ്ടതാണ്. അപ്പൊ ഇതിനൊക്കെ അഹമ്മദിയാക്കളുടെ, അതായത് ഇതൊന്നും ഇസ്ലാമികമല്ല എന്നാണ്. തീർച്ചയായിട്ടും ഇതൊന്നും ഇസ്ലാമികമല്ല. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഈ പിന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് 130 വർഷമായി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്ഥാപിതമായിട്ട്, എന്ന് മാത്രമല്ല 200-ലധികം രാജ്യങ്ങളിൽ ഇന്ന് നിലവിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നോക്കാം, ഈ 130 വർഷമായിട്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ എപ്പോഴെങ്കിലും ഒരു മുത്തലാഖ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. കാരണം അത് എന്തുകൊണ്ടാണ്?
വിവാഹമോചനങ്ങൾ നടന്നിട്ടുണ്ട്, നിയമപരമായിട്ടുള്ള വിവാഹമോചനം. പക്ഷെ ഈ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ട് കാണാൻ സാധ്യമല്ല. അതിനർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് ഇസ്ലാമികമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലരും അവരുടെ താല്പര്യത്തിനൊക്കെ അനുസരിച്ച് ഇതിൽ എഴുതി ചേർത്തു അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇസ്ലാമികമായി ഇതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, പല മുസ്ലിം രാജ്യങ്ങൾ പോലും നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുത്തലാഖ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ വാദിക്കുന്നുണ്ടായിരിക്കും. അല്ല, അതാണ് അത്തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇപ്പോ അതല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞു വാദിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാവും. നിങ്ങൾ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ മറ്റുള്ള സമുദായങ്ങൾ നിങ്ങളെ ഇങ്ങനെ വല്ലാതെ എതിർക്കുന്നത്. കാരണം അവര് വളരെ ശക്തമായിട്ട് വാദിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ട് അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ ഏത് നിലയിലും സംസാരിക്കുമെന്നുള്ള, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പോലുള്ള നമ്മുടെ ഒരു രാജ്യത്ത് നമുക്ക് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടി നൽകുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് സത്യത്തിന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം എല്ലാ നിലയിലും തന്നെ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനും ആശയങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചുള്ള അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഒരു രാജ്യമാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകര് ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ട് മുമ്പ് എഴുതിയ പുസ്തകത്തിന്റെ പേര് മൈത്രി സന്ദേശം എന്നുള്ളതാണ്. അത് മതസൗഹാർദ്ദത്തെ കുറിച്ച്, അത് 1908 എഴുതുന്നത്. അതായത് മഹാത്മാഗാന്ധി പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യം എങ്ങനെ ലോകത്തുണ്ടാകും, അല്ലെങ്കിൽ എങ്ങനെ സ്ഥാപിക്കാം, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം എഴുതുന്നത്. മൈത്രി സന്ദേശം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ രാജ്യത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ രാജ്യത്തിലെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളാണ്. ഹിന്ദുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി കളയാമെന്നും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു ദിവസം ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കി കളയാമെന്നോ ചിന്തിക്കുന്നത് ഒരു മിഥ്യാധാരണയാണ്. അതൊരിക്കലും സാധിക്കില്ല. കാരണം ഈ രണ്ട് സമൂഹങ്ങളും തമ്മിൽ വളരെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിനുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് മറ്റേ സമൂഹത്തെയും ബാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗഹാർദ്ദത്തോടു കൂടിയും സഹിഷ്ണുതയോടു കൂടിയുമാണ് ഈ സമൂഹം ജീവിക്കേണ്ടത്. അതിന് എന്തെല്ലാം വിട്ടുവീഴ്ചകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതുകൂടി ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ ഈ സമൂഹങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കണം എന്നതിനെ കുറിച്ച് അദ്ദേഹം ആ പുസ്തകത്തിൽ 1908 അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പോ പശുമാംസം എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി കഴിക്കണം എന്നുള്ള ഒന്നല്ല, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നുമല്ല. പക്ഷെ അത് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പവിത്രമായി കാണുന്ന, അവര് ദൈവമായി കാണുന്ന ഒരു അത്തരത്തിലുള്ള ഒരു അസ്തിത്വമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ലാത്തൊരു കാര്യം, അത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് എങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ഉപേക്ഷിച്ചുകൂടാ? അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം ഉപേക്ഷിച്ചുകൂടാ? അപ്പൊ ഇത്തരം വിട്ടുവീഴ്ച മനോഭാവങ്ങളിലൂടെയാണ് നമുക്ക് സമൂഹങ്ങൾക്ക് തമ്മിൽ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക. അത്തരം ഒരു സമീപനത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള കാര്യം ഇന്ത്യയാണ് എന്ന് മാത്രമല്ല, എനിക്ക് ഈ ഒരു കാര്യം കൂടി പറയാൻ സാധിക്കും. അതായത് അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യമായി അദ്ദേഹത്തെ ഭരണാധികാരിയാക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കരാർ എന്ന് പറയുന്നത്, എല്ലാവർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും അതനുസരിച്ച് വിശ്വസിക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു പറയുന്നു, സൗദി അറേബ്യയുടെ ഭരണഘടന അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളെക്കാൾ ഇന്ത്യൻ ഭരണഘടനയാണ് ഇസ്ലാമുമായിട്ട് വിശുദ്ധ ഖുർആനുമായിട്ട് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ യോജിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം തന്നെയാണ് എല്ലാ അഹമ്മദിയ മുസ്ലിങ്ങളും. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ ഈ അടുത്ത് ബംഗ്ലാദേശിലൊക്കെ ന്യൂനപക്ഷമായ ഹിന്ദുക്കള് വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ, ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ എതിർത്ത് സംസാരിച്ച ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അഹമ്മദിയ മുസ്ലിങ്ങൾ മാത്രമാണ്. അതായത് ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടരുത്.
അപ്പൊ അതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഇപ്പോഴത്തെ ആഗോള നേതാവ് ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ്. അദ്ദേഹം ലോകത്തിലെ വിവിധ പാർലമെന്റുകളിലും അദ്ദേഹത്തെ അതിഥിയായി ക്ഷണിക്കാറുണ്ട്. അദ്ദേഹം രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് അവിടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങളിലെല്ലാം അദ്ദേഹം പറയുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയാം. അതായത് പിന്നെ യൂറോപ്യൻ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിന് ശേഷം ആ പ്രഭാഷണം ശ്രവിച്ച ഫീഡെ ഫാമിലി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ചാരിറ്റി ഓർഗനൈസേഷന്റെ ലീഡർ പറഞ്ഞത്, ഇത്രയും ധൈര്യശാലിയായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ പോലുള്ള 3 പേരുണ്ടെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, അതായത് നമ്മൾ വിശുദ്ധ ഖുർആന്റെ അധ്യാപനം എന്ന് പറയുന്നത് ഒരു സമൂഹത്തോടുള്ള ശത്രുത, ഒരു സമൂഹത്തിന്റെ ശത്രുത അവരോട് നീതി പാലിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നീതിക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളണം എന്നുള്ളതാണ്. അത് ഏത് തരത്തിലാണെങ്കിലും നീതിക്ക് വേണ്ടി നിലകൊള്ളുക. അത് നമ്മോട് ശത്രുതയുള്ള ഒരാൾ പോലും ആണ് എങ്കിൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുക. അപ്പോ അതിനകത്ത് മറ്റുള്ള ശത്രുവാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ശത്രുത ഉണ്ടെങ്കിൽ പോലും നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു അധ്യാപനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ് അനീതിയെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർ കൂടി ആവുമ്പോൾ നമ്മളത് ശത്രുക്കളോട് പോലും അത്തരം സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ പിന്നെ മറ്റുള്ളവർ നമ്മൾ ആ നീതിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ നൽകുന്ന പ്രചോദനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറയണ ധൈര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും വിശുദ്ധ ഖുർആനിൽ തന്നെയാണ്. അതേസമയം ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിലടക്കം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അവർ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതും ഖുർആൻ തന്നെയാണ്. അപ്പൊ അതിനകത്തൊരു വൈരുദ്ധ്യം, ഒരു വിരോധാഭാസം ഇല്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരും, ആ കാലഘട്ടത്ത് മുസ്ലിങ്ങൾ ഈ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അവര് മുഖം തിരിക്കുകയും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അവര് വിട്ടുപോവുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് യഥാർത്ഥ വിശുദ്ധ ഖുർആൻ എന്താണ് എന്ന്, അല്ലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ എന്താണ് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഒരാളെ നിയോഗിച്ചയക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നോക്കുക, ഈ പ്രവർത്തനങ്ങൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിലാകട്ടെ അതല്ലേ മറ്റേത് രാജ്യങ്ങളിലുള്ള ഈ ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ എടുക്കുക, അതിനെ നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കും ഇവരുടെ പ്രവർത്തനമായിട്ട് വിശുദ്ധ ഖുർആന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി മതത്തെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇത്തരം കാര്യങ്ങളെ എതിർക്കേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അഹമ്മദിയാക്കൾ ഉൾപ്പെടെയുള്ള ഇതര വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കുണ്ട്. അപ്പം പലപ്പോഴും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് തക്കതായ ഒരു സപ്പോർട്ട് പലപ്പോഴും പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഇസ്ലാമികമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടർന്നുകൊണ്ട് മറ്റുള്ളവരെല്ലാം ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് കാണുന്നു. എന്നാൽ അതേസമയം തന്നെ മുസ്ലിങ്ങൾ ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് മുസ്ലിങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഇന്നിപ്പോ ലോകത്ത് 200-ലധികം രാജ്യങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ 200-ലധികം രാജ്യങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഈ ഒരു സന്ദേശം, ഈ സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ, പരസ്പര ഐക്യത്തിന്റെ ഈ ഒരു സന്ദേശം അഹമ്മദിയ ജമാഅത്ത് അതിന് സാധിക്കുന്ന തരത്തിൽ എല്ലാ നിലയിലും ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുവരെ എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ലോകത്ത് ആഗോളതലത്തിൽ 8 ചാനൽ ഉണ്ട്. MTA ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ 8 ചാനലുകൾ വിവിധ ഭാഷകളിലുള്ള ഈ ചാനലുകളിലൂടെയും അതേപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാ നിലയിലും ഞങ്ങൾ ഈ സമാധാനത്തിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ ഈ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കീഴിൽ എത്ര അംഗങ്ങളുണ്ട്?
അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കേരളത്തിൽ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് ഇവരെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനോട് പിന്നെ അഹമ്മദിയ ജമാഅത്തിനോട് അനുഭാവം പുലർത്തുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അപ്പൊ അതേപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ ഏകദേശം എല്ലാ ജില്ലകളിലും എന്ന് തന്നെ നമുക്ക് പറയാം, എല്ലാ ജില്ലകളിലും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് അനുഭാവമുള്ള ഒരുപാട് ആളുകളുണ്ട്, ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പരസ്യമായിട്ട് അനുഭവം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരാൻ മടിയുള്ളവരുണ്ട്, ഒറ്റപ്പെടൽ എങ്കിൽ പോലും. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വലിയ ശക്തിയായിട്ട് നിങ്ങൾ വളർന്നു വരിക തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ആശയത്തോട് പിന്നെ യോജിപ്പുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ. ഇപ്പൊ നിങ്ങൾ ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ നമുക്ക് 5-6 പള്ളികളുണ്ട്. 5-6 പള്ളികളിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട് കോഴിക്കോട് നഗരത്തിൽ. അതെ, കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടത് കോഴിക്കോടാണ്. ഒന്ന് കോഴിക്കോടാണ്. അതെ, മുന്നോട്ട് എല്ലാ മതങ്ങൾക്കും വ്യക്തമായ ഒരു ആശയം ഉണ്ടാവും. അവയെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരു കൃത്യമായ ആശയത്തെ ആയിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ അഹമ്മദിയാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾ? അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുമായിട്ടാണ്, അല്ലെ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുമായിട്ട്. ഒന്ന്, മനുഷ്യൻ ദൈവത്തോട് അടുക്കുക. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ സമസൃഷ്ടികളോട് അവന്റെ ഉത്തരവാദിത്തങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. ആ സമസൃഷ്ടികളോട് എങ്ങനെയാണ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് പ്രവാചകൻ പറയുകയുണ്ടായി, ഏതുവരെ നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നില്ലയോ അതുവരെ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാവുകയില്ല. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടണം എന്നാണ്. ആ സഹോദരങ്ങൾ ആരാണ്? സഹോദരങ്ങൾ പ്രവാചകൻ പറഞ്ഞു എല്ലാ സൃഷ്ടികളും ദൈവത്തിന്റെ കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. അപ്പൊ ആ നിലയിൽ സൃഷ്ടികളോട് അല്ലെങ്കിൽ മനുഷ്യരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുക, അവരോടുള്ള കടമകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് പിന്നെ ഒരു സ്നേഹനിധിയായ മാതാവ് തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതേ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിലെടുക്കുകയും അങ്ങനെ മനുഷ്യനെ ദൈവവുമായി അടുപ്പിക്കുകയും മനുഷ്യന്റെ കടമകൾ മറ്റു മനുഷ്യരോടുള്ള കടമകൾ നിർവഹിക്കുന്നവരായി മനുഷ്യരെ മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങളുടെ ഈ ആശയം പിൻപറ്റുന്ന ഓരോരുത്തരും തന്നെ അവര് യഥാർത്ഥത്തിൽ മോക്ഷത്തിന്റെ മാർഗം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് എല്ലാ മനുഷ്യരെയും കൊണ്ടുവരിക, അതായത് ദൈവത്തോടുള്ള കടമകൾ നിർവഹിക്കുന്നവരാക്കുക, അതോടൊപ്പം തന്നെ മനുഷ്യരോടുള്ള കടമകൾ നിർവഹിക്കുന്നവരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് തന്നെയാണ് അർത്ഥത്തിലേക്കാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. അതെ.